ഗൈസ് അപ്പോൾ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേസ്. നമ്മുടെ ബിസ്ബിയെ കൊണ്ടാണ് കേസ് പോകുന്നത്. അവൻ്റെ ചെല്ലപ്പേരാണ് കേസ് ബിസ്ബി. അപ്പുറത്ത് ഡ്യൂക്ക് ഉണ്ട് കേസ്. നമ്മൾ ഡ്യൂക്ക് എടുത്തില്ല. നമ്മൾ അത്യാവശ്യം ഒരു കടലിൻ്റെ തീരത്താണ് കേസ് നമ്മുടെ ഡ്യൂട്ടി. അവിടെ പോവുകയാണ് കേസ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കടലും തീരവും ഒക്കെ നമ്മുടെ പ്രകൃതി സ്വത്തല്ലേ കേസ്. അങ്ങനെ അത് നോക്കാമെന്ന് പറഞ്ഞ് വന്നു കേസ്. അപ്പോഴാണ് കേസ് ഒരു കാര്യം കണ്ണിൽ ശ്രദ്ധിച്ചത്. യവമ്മ ഈ സാമൂഹിക പ്രവർത്തകർ വിദഗ്ധരാണ് കേസ് എവിടെ ഈ തെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ നോക്കിയപ്പോഴാണെങ്കിൽ ഞാൻ ഗെയ്സ് യുവന്മാരിത് എവിടെ ബിയർ ബോട്ടിൽ കൊണ്ടിട്ടിരിക്കുന്നു ഗെയ്സ്. ഭ്രാന്തന്മാർ എന്തായാലും ഇന്ന് അവന്മാരെ തട്ടിയിട്ടാണ് ഗെയ്സ് ബായിക്കാർ. അങ്ങനെ ഞാൻ കാർ എടുത്തോണ്ട് ഇറങ്ങി ഗെയ്സ്. കാർ എടുത്തോണ്ട് ഇറങ്ങി നേരെ അവന്മാരെ തട്ടാൻ പോകാമെന്ന് വിചാരിച്ച് ഗെയ്സ്. അപ്പോഴാണ് ഗെയ്സ് ഒരുത്തനെ അവിടെ വെച്ച് കണ്ടത്. ഇവൻ്റെ അടുത്ത് എന്നെ ചോദിക്കാം ഗെയ്സ്, ഡേ നീ എവിടെ വന്ന ബംഗാളെ കണ്ടാടാ? ഡേ അങ്ങോട്ട് മാറി നിൽക്കടാ. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ കേസ്. അപ്പൊ തന്നെ എനിക്ക് ദേഷ്യം വന്ന് ഇടിച്ചിട്ടു കേസ്. അവന്റെ ബോധം അങ്ങ് പോയെന്നാണ് കേസ് തോന്നുന്നത്. ഞാൻ അവിടെ പിന്നെ പുറകിൽ ഒരു പെൺകുട്ടി നിന്നു. അവളെ ഒരു ഷോ കണ്ടാ പിന്നെ എന്തിനു പറയാനാണ് കേസ്. അവളുടെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. അങ്ങ് ദൂരെ ഒരു പെൺകുട്ടി നിന്നു കേസ്. അവളെ അങ്ങ് ഷൂട്ട് ചെയ്ത് അങ്ങ് ചത്ത് കേസ്. അവൾ ചത്തെന്നാണ് തോന്നണേ. നമ്മൾ എപ്പോഴല്ലേ ഷൂട്ട് ചെയ്ത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാൻ കേസ്. നമ്മൾ ബാക്കി കേസ് കൊടുക്കണം കടലിന്റെ തീരം. അതിന്റെ ഇടയിൽ ഈ മാരണങ്ങൾ നമ്മളെ വണ്ടി വന്ന് കയറണം അടുത്ത ആക്സിഡന്റ് ആക്കാൻ കേസ്. പോലീസിനെ തേടിയാണ് കേസ് പോലീസ് നമ്മൾ പോകുന്നത്. പക്ഷെ ഈ പോലീസ് നമ്മളെ വളഞ്ഞല്ലോ ഈ ശിവന്മാര് എന്താണ് തലയ്ക്ക് ബോധമില്ലാത്തവന്മാരാണ് ഈ സൗമാരെ വണ്ടി തന്നെ ഇടിക്കുന്നത്. സാറേ രക്ഷിക്കണം സാറേ. യുവന്മാര് സാറേ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല രക്ഷിക്കണം സാറേ ഒരു കയ്യോ സാറേ.